ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിത്തീയലാണ് കേട്ടോ. ഉള്ളിത്തീയൽ ഉണ്ടാക്കാൻ ചട്ടി അടുപ്പത്തേക്ക് വെച്ചു, എണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് പൊട്ടിച്ചു, വറ്റൽമുളക് ഇട്ട് കൊടുത്തു, ഒരു 10-25 ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തു. വേപ്പില ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാത്തത്. പിന്നെ എണ്ണ ഒഴിക്കുന്നതും ചട്ടി വെക്കുന്നതും ഒക്കെ എൻ്റെ നിന്ന് ക്ലിപ്പ് മിസ്സായതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത്. ഇത്രയൊക്കെ ചെയ്ത് ഞാൻ അവിടെ വഴട്ടാനായിട്ട് അത് മൂടി വെച്ചു. ഇനി അരമുറി തേങ്ങയാണ് ഞാൻ 25 ഉള്ളിക്ക് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നല്ല ബ്രൗൺ ഷെയ്ഡ് ആവുന്നിടം വരെ വറക്കുക. പിന്നെ തേങ്ങ വറുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ പെട്ടെന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലെങ്കിലും മിനിമം ഇട്ടിട്ട് സമയമെടുത്ത് തന്നെ ആ ബ്രൗൺ ഷെയ്ഡ് എത്തിക്കുക, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 2-2.25 സ്പൂൺ മുളക് പൊടിയാണ്. ഇത്രേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിൻ്റെ പച്ചമണം മാറി നല്ല മസാലയൊക്കെ നല്ല മൂത്ത മണം വരുന്നിടം വരെ ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഷെയ്ഡും ചെറുതായിട്ടൊന്ന് മാറും. മസാല കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. തേങ്ങയും മസാലയൊക്കെ കരിഞ്ഞു പോയ ആ രുചി തന്നെ പോകട്ടോ. ഇനി ഈ കൂട്ട് തണുത്ത് കഴിയുമ്പോൾ മാത്രം അരച്ചെടുക്കുക. അതെ, ഉള്ളി വഴണ്ട് പാകത്തിന് വന്നിട്ടുണ്ട്. ഈ പരുവമായാൽ മതി, ഒരുപാട് ബ്രൗൺ ഒന്നും ആവണ്ട. ഈ മസാല വെണ്ണ പോലെ തേങ്ങ വറുത്തത് അരച്ചെടുക്കാനായിട്ട് ആദ്യം വെള്ളം ഒഴിക്കാതെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അപ്പം അത് പൊടിഞ്ഞ് വരും. അതിനുശേഷം കുറേശ്ശെ വെള്ളം ചേർത്ത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് വെണ്ണ പോലെ അരഞ്ഞ് കിട്ടും. അതിനുശേഷം ആ അരപ്പും കുറച്ച് ആവശ്യത്തിന് വെള്ളം കൂടെ നമ്മുടെ ഉള്ളി വഴറ്റിയതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ കല്ലുപ്പാണ് ഇടുന്നത്. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിലിട്ട് ആ വെള്ളം പിഴിഞ്ഞ് ആ പുളിവെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച് കഴിയുമ്പോൾ തന്നെ കറി റെഡിയായെന്ന് പറഞ്ഞ് ഓഫ് ചെയ്തിട്ട് ആരും പോകരുത്. ഈ കറി റെഡി ആവണമെങ്കിൽ ഇതിൻ്റെ എണ്ണ തെളിയണം. ഈ പരുവത്തിലെത്തണം. സിമ്മിലിട്ട് അടച്ച് വെച്ച് എണ്ണ തെളിയുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. എന്നാൽ മാത്രമാണ് കറിക്ക് കൊഴുപ്പും രുചിയും ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ വെള്ളം പോലെ ഇരിക്കും. അപ്പം അത്രയും ക്ഷമ എല്ലാവരും കാണിക്കുക. ലാസ്റ്റ് കയ്യിൽ വേപ്പിലുള്ളവർ അതും കൂടെ ഇട്ട് വാങ്ങി വയ്ക്കുക. അടിപൊളി തീയലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച്.